ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫസ്റ്റ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡൽ പൾസർ 180Fൻ്റെ വിശേഷങ്ങളാണ്. സോ ഒട്ടും താമസിക്കാൻ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് വണ്ടിയുടെ ഡിസൈനിലേക്ക് കിടക്കാം. അതായത് പൾസർ 220Fനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് പൾസർ 180Fന് കൊടുത്തിരിക്കുന്നത്. 220യുടെ ഒരു കാർബൺ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസൈനിനോട് പറയാം. രണ്ട് വണ്ടി നമ്മൾ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വരില്ല പെട്ടെന്ന് 220 ഏതാ 180 ഏതാന്ന്. അത്രമാത്രം ഒരു സിമിലർ ആയിട്ടാണ് 180Fന് 220യുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഡിസൈനിങ്ങിൻ്റെ കേസ് നമ്മൾ എപ്പോഴത്തേക്കും പറയുന്ന പോലെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്നാണ് തുടങ്ങാം. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആദ്യം അട്രാക്ട് ചെയ്യുന്ന വണ്ടിയുടെ ഹെഡ് ലാമ്പ് സെക്ഷനാണ്. 220Fനോട് സെയിം ആയിട്ടുള്ള ഹെഡ് ലാമ്പ് സെക്ഷൻ തന്നെയാണ് 180Fനും വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ രണ്ട് ഹെഡ് ലാംപ്സ് വന്നിട്ടുണ്ട്, രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാംപ്സാണ് വന്നിരിക്കുന്നത്, പിന്നെ രണ്ട് പാർക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഹെഡ് ലാംപ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻറ്റൻസിറ്റി പെട്ടെന്ന് തന്നെ എമിറ്റ് ചെയ്യുന്നൊരു രണ്ട് ഹെഡ് ലാംപ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു മോക്ക് പീസ് ആയിട്ടുള്ള രണ്ട് എയർ ഇൻടേക്സ് വന്നിട്ടുണ്ട്. ഓൾറൗണ്ട് ഫ്രണ്ടിലെ ലുക്ക് ഭയങ്കര സെറ്റപ്പാണ് കാണാൻ. അതായത് 220യുടെ അതേ ഒരു കട്ടി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ബജാജിൻ്റെ ബാക്കി പൾസർ മോഡൽസ് കാണുന്നൊരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. പിന്നെ മഡ് ഗാർഡ്സിനും കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ കാര്യമായിട്ട് പുതുമകളൊന്നും പറയാനില്ല. 180Fൽ അവർ പുതിയതായിട്ടൊരു പുതുമ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഫ്രണ്ട് ഓവറോൾ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ 220ലൊക്കെ വന്നിരിക്കുന്ന അതേ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ ഡിസൈനോട് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് നല്ല ലുക്കാണ് വണ്ടി. ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ബജാജ് വരുത്തിയതിൽ നിന്നാണ് ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് നമുക്ക് എക്സാം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. വണ്ടിയുടെ ഡിസൈനിങ് നമ്മളൊരു മിഡിൽ സെഗ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള വണ്ടിയുടെ ഒരു മെറ്റാലിക് ഫ്യൂൽ ടാങ്കാണ്. ഒരു നല്ല ഗ്ലാസ് ഫിനിഷോടുകൂടി ഒരു ടാങ്കാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു ടാങ്ക് പാച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഈ പൾസർ ബ്ലാക്ക് കളറിനോട് ചേർന്നിട്ട് ഈ ഗ്രേ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് തോന്നി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 220Fൻ്റെ ഫ്രണ്ട് കിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് എയർ ഇൻടേക്ക് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് വണ്ടിയുടെ മിഡിൽ സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ മോഡലിനെ അപേക്ഷിച്ച് നമ്മുടെ 180Fന് എഞ്ചിൻ കൗൾസ് ഒക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്ക് പിന്നെ അത്യാവശ്യമായിട്ട് നല്ലൊരു ഡീസൻറ്റ് ക്വാളിറ്റി രണ്ട് ക്രാഷ് ഗാർഡ്സ് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ക്രാഷ് ഗാർഡ്സിൻ്റെ സൈസ് കുറച്ചുകൂടി ഒന്ന് ലാർജ് ആക്കായിരുന്നു എന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്കിഡ് ആയാലോ ഫ്രണ്ടിലത്തെ കിറ്റ് അടി തട്ടാനുള്ള ചാൻസ് ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈസ് അല്പം കൂടി ഒന്ന് ലാർജ് ആക്കായിരുന്നു എന്ന് തോന്നി. വേറെ ആയിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ക്രാഷ് ഗാർഡ്സ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ ഒരു മിഡിൽ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഫിനിഷ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഫിനിഷാണ്. വെൽഡിംഗ് പാർട്സ് ഒന്നും ഒരുപാട് വെളിയിൽ കാണാത്ത രീതിയിൽ തന്നെ നല്ലൊരു ഫിനിഷിൽ തന്നെയാണ് പൾസർ 180F ബജാജ് ഇറക്കിയിരിക്കുന്നത്. ഡിസൈനിങ്ങിൻ്റെ കേസ് ബാക്ക് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൾസറിൻ്റെ തനതായ ഡിസൈനിൽ തന്നെയാണ് അത് വന്നിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ തോന്നി. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള സ്പ്ലിറ്റ് ഗ്രാബ് റെയിൽസ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നും അല്പം കൂടി ഒരു വണ്ണമുള്ള ഒരു ആൾക്കാർ ഈ വണ്ടിയുടെ പുറകെ പിടിക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു വിട്ട് ആവശ്യമുള്ളതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കൈ ജസ്റ്റ് ഇവിടെ ഒരു മുടക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഒരു വിട്ട് ആക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയേനെ. ആക്ച്വലി ഇതൊരു നല്ലൊരു ഗ്രാബ് റെയിൽസ് തന്നെയാണ്, നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽസ് ആണ്. ഡിസൈനിങ്ങിൻ്റെ AC നേരത്തെ നമ്മൾ പറഞ്ഞു 220Fനോട് സിമിലർ ആയിട്ട് വരുന്നുണ്ടെന്ന്. പക്ഷേ സൈലൻസറിൻ്റെ AC നേരെ മറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ 220Fൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സൈലൻസർ ഒന്നുമല്ല 180F വന്നിരിക്കുന്നത്. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് ഒരു ഡിഫറൻസ് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. നെക്സ്റ്റ് നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സെഗ്മെൻറ്റിലേക്ക് വരാം. വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു 4 സ്ട്രോക്ക് SOC 4 വാൾ എയർ കൂൾഡ് DTS എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പൾസറിൻ്റെ NSലും ഡോമിനാറിലും ഒക്കെ വരുന്ന പോലെ ട്രിപ്പിൾ സ്പാർക്ക് ഇഗ്നേഷൻ അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്, ട്വിൻ സ്പാർക്ക് ഇഗ്നേഷനാണ്. 178cc ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന നമ്മുടെ എഞ്ചിൻ്റെ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 17.2 PS മറ്റേ 8500 RPM. അതോടൊപ്പം തന്നെ മാക്സ് ടോർക്ക് എന്ന് പറയുന്നത് 14.2 Nm മറ്റേ 6500 RPM ആണ്.
പിന്നെ വണ്ടിയിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഒന്നും വന്നിട്ടില്ല, കാർബറേറ്റർ ടെക്നോളജി തന്നെയാണ് വന്നിരിക്കുന്നത്. ചിലർ അതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുമെങ്കിലും ആക്ച്വലി അതൊരു ഡിസഡ്വാൻറ്റേജ് ഒന്നുമല്ല. കാർബറേറ്റർ സിസ്റ്റം കൊണ്ട് തന്നെ വണ്ടി നല്ലൊരു പെർഫോമൻസ് തന്നെ വണ്ടി അത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ബ്രേക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വണ്ടിയിൽ ABS ഒന്നും വരുന്നില്ല. പിന്നെ വണ്ടിക്ക് 2 ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. ഫ്രണ്ടിൽ ഒരു 260 mm ഡിസ്കും ബാക്കിൽ ഒരു 230 mm ഡിസ്കും വരുന്നുണ്ട്. ABS ഉടനെ തന്നെ വരുമെന്നാണ് നമ്മൾ ഷോറൂമിലൊക്കെ ചോദിച്ച് പറയാൻ സാധിച്ചത്. ഇതുവരെ ബജാജ് 180Fലേക്ക് ABS ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. വണ്ടിയുടെ സസ്പെൻഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 ടെലിസ്കോപ്പിക് സസ്പെൻഷൻസ് ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബ്രഷ് വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ NS 160ൽ ആൻറ്റി ഫ്രിക്ഷൻ ബ്രഷ് വന്നിട്ടില്ല. റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ അഡ്ജസ്റ്റബിൾ നൈട്രോ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. മോണോഷോക്ക് സസ്പെൻഷൻ ഈ വണ്ടിക്ക് വന്നിട്ടില്ല. പൾസറിൻ്റെ 150 ആയിക്കോട്ടെ 180 ആയിക്കോട്ടെ ഈവൻ 220 പോലും ഈ ഒരു സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. ടയർസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 ടയറും വന്നിരിക്കുന്ന MRFൻ്റെ നൈലോ ഗ്രിപ്പ് സാപ്പേഴ്സാണ്. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 90/19 അതോടൊപ്പം തന്നെ ബാക്ക് ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 120/18 സൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വണ്ടിയുടെ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിയുടെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ ലോങ് സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. റൈഡറിൻ്റെ ആയാലും ശരി പില്ലിൻ്റെ ആയാലും ശരി. ഇപ്പം റൈഡറിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുഷ്യൻ സീറ്റാണ്. അതോടൊപ്പം തന്നെ പില്ലിൻ്റെ സീറ്റ് നല്ല കുഷ്യൻ സീറ്റാണ്. റൈഡർ സീറ്റിൻ്റെ അത്യാവശ്യം നല്ല ലെന്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു വണ്ടികളിൽ നിന്ന് എനിക്ക് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചോദിച്ചാൽ ഇതിൻ്റെ പില്ലൻ സീറ്റ് അത്യാവശ്യം നല്ല ലോങ് ആണ്, നല്ല കുഷ്യൻ സീറ്റാണ്. അതായത് ഇപ്പം ലോങ് റൈഡ് ആയാലും ശരി ഷോർട്ട് റൈഡ് ആയാലും ശരി പില്ലും പെട്ടെന്ന് ക്ഷീണിക്കുന്നൊരവസ്ഥ വരുന്നില്ല. അതോടൊപ്പം തന്നെ റൈഡർ ആയാലും ശരി റൈഡറിനെ എത്ര ഓടിച്ചുകൊണ്ട് പോലും തന്നെ വലിയൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 സീറ്റ്സാണ് ബജാജ് 180Fൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടിയുടെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ കയറിയതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറുന്നതിന് ഫസ്റ്റ് നമുക്ക് നോക്കും വണ്ടിയുടെ മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു മീറ്റർ കൺസോളല്ല 180Fന് വന്നിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അനലോഗ് RPM മീറ്റർ വന്നിട്ടുണ്ട്, ഒരു സ്പീഡോ മീറ്റർ വന്നിട്ടുണ്ട്, ഫ്യൂൽ ഗേജ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ 2 ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്. പിന്നെ പ്ലസ് ഒരു സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റർ കൺസോളിൻ്റെ കേസ് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡിജിറ്റൽ കൺസോൾ ഒരു സൈഡ് വന്നിട്ടുണ്ട്, മറ്റേതൊരു അനലോഗുമാണ് വന്നിരിക്കുന്നത്.
അപ്പം ഒരുപാട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊന്നും നിങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ബേസിക് ആയിട്ടുള്ളതൊക്കെയാണ് പ്രതീക്ഷിക്കാവുള്ളൂ. ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. വണ്ടിയുടെ ക്ലച്ച് ഫീൽഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് ഒന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ക്ലച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ക്ലച്ച് അല്പം ഒരു ഹാർഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പ്രിസൈസ് ഷിഫ്റ്റിംഗ് ആണ്. നമുക്ക് കറക്റ്റ് ഗിയേഴ്സ് ഏതൊക്കെ ഇടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഗിയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 5 ഗിയേഴ്സാണ് വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾ റൗണ്ട് ക്ലച്ചും ഗിയറും നല്ലൊരു കോമ്പിനേഷനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ആവറേജ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഫുള്ളായിട്ട് നമുക്കൊരു ബാക്കിലത്തെ വിസിബിലിറ്റി അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് അവർ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിളിച്ച് നമുക്ക് ചില സമയത്ത് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ ആ മിറേഴ്സ് കൊടുക്കുന്ന ലുക്കുണ്ടല്ലോ, അത് അടിപൊളിയായിട്ടൊരു ലുക്കാണ്. സോ അതുകൊണ്ട് നമുക്ക് അതിനായിട്ടൊരു ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിൻ്റെ മിററിൻ്റെ ഒരു ആക്ച്വൽ യൂസ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. വണ്ടിയുടെ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് കെയർ ചെയ്യുന്നതിന് ശേഷം തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സീറ്റിങ്ങിനെയൊക്കെ പറ്റിയാണ്. അതായത് ബാക്കിയുള്ളൊരു 150cc സെഗ്മെൻറ്റ് അതല്ലെങ്കിൽ ഒരു 160cc 180cc സെഗ്മെൻറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു സീറ്റിംഗ് ഫെസിലിറ്റീസ് തന്നെ നമുക്ക് ബജാജ് 180F കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമാണ് വണ്ടിയിൽ ഇരിക്കാനായിട്ട്. വണ്ടിയിൽ ഒട്ടും ആയാസം ഇല്ലാതെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ പില്ലിൻ്റെ കേസും ഡിഫറൻ്റ് അല്ല. പില്ലിന് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കാം. അത്യാവശ്യം ആണെങ്കിൽ നമ്മൾ കുറയും, അവർക്കും പെട്ടെന്നൊരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ അടുത്ത് പറയാം, വണ്ടിയുടെ സസ്പെൻഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് സസ്പെൻഷൻ്റെ കേസ് അത്ര ഒരു സ്മൂത്ത് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്റ്റിഫ് സസ്പെൻഷനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ബ്രേക്സിൻ്റെ കാര്യം, ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്ക് എനിക്ക് കൊള്ളാം, അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷേ ബാക്കിലത്തെ ബ്രേക്ക് ഒരു എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് പിടിച്ചാൽ നിൽക്കും എന്നല്ലാതെ അതിന് പിടിച്ചാൽ നിൽക്കുന്നതിനേക്കാളും ഉപരി ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ബാക്ക് ബ്രേക്കിൽ നിന്ന് എനിക്കൊരു അത്യാവശ്യം ഒരു കോൺഫിഡൻസ് മിസ്സാകുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്സിൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ, നല്ല ബ്രേക്കിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് ബ്രേക്കും കൂടെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. വണ്ടിയുടെ സീറ്റ് ഹൈറ്റിനെയൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 790 mm സീറ്റ് ഹൈറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ ഫുൾ പ്ലാന്റഡ് ആയിട്ടൊരു ഫുഡില്ല, ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് കുത്തി നിൽക്കാൻ പാകുന്നുള്ളൂ. പക്ഷേ അതൊരു ഫാക്ടറായിട്ട് തോന്നുന്നില്ല. കാരണം വണ്ടി ഓവർ വെയിറ്റ് അല്ല, ഒരു 151 kgs ആണ് വരുന്നത്. ഒത്തിരി നമുക്ക് സ്ട്രെച്ച് ചെയ്യാതെ തന്നെ നമുക്ക് വണ്ടി പിടിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കിലൊക്കെ പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ തിരക്കുള്ള ഇടത്തൊക്കെ പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഒരു വണ്ടി നമുക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വളരെ സുഖമായിട്ട് എവിടെയാണെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത്യാവശ്യമുള്ള എല്ലാ ചെറിയൊരു ഓഫ് റോഡ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകുന്നതിന് വലിയ പ്രശ്നമില്ല. പിന്നെ വണ്ടിയുടെ മെയിനായിട്ട് വൈസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ലുക്സാണ്. 220Fനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമിലാരിറ്റീസ് ഉള്ളൊരു ലുക്കുണ്ട്. പക്ഷേ പവർ ഡെലിവറിയുടെ ഒക്കെ കാര്യത്തിൽ 220Fൻ്റെ അടുത്ത് വരില്ല. കാരണം വേറെ ഒന്നും ഒരു 180cc ബൈക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പവർ ഡെലിവറി ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്പോർട്ടി ആയിട്ടൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 180 അല്ലാതെ 220ലേക്ക് ഒരു ഹയർ അപ്ഗ്രേഡ് ചെയ്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം 180 എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മൂത്ത് വണ്ടിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാം. ഒരു ആയാസ രീതിയില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി നല്ല സ്മൂത്ത് കണ്ടീഷനാണ്, നല്ല ഫ്ലോയിലാണ് വണ്ടി ഓടുന്നത്. പിന്നെ വണ്ടി കോർണറൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിളാണ്. പിന്നെ നമ്മൾ ടോപ്പ് എൻഡിലൊക്കെ പോകുകയാണെങ്കിൽ, ടോപ്പ് ഗിയറിസിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഒരു 5th ഗിയറിൽ പോകുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 30-35 km സ്പീഡിൽ സ്പീഡ് ഡൗൺ ആയാലും നമുക്ക് കയറി പോകുന്നതും പറ്റുന്നുണ്ട്. ഒട്ടും ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്താണ് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉള്ള ഫീല്. ഇത് 180F ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞു ജസ്റ്റ് വണ്ടി ഒരു ഫ്ലോപ്പ് മോഡലാണ്, അല്ലെങ്കിൽ 220 ആയിട്ട് പിടിച്ച് നിൽക്കില്ലെന്നൊക്കെ. ഞാനിപ്പോൾ വണ്ടി അത്യാവശ്യം ഓടിച്ചിട്ട് പറയുന്നതാണ്, വണ്ടി നല്ല സ്മൂത്തായിട്ടുള്ള വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ 220 ആയിട്ട് ഒരിക്കലും ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ജസ്റ്റ് ആ 220യുടെ ലുക്ക് മാത്രം വണ്ടിയിലേക്ക് ബോറോ ചെയ്തു എന്നുള്ളൂ. പിന്നെ ഈ വണ്ടി സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞുകൂടി തന്നെ നന്നായിട്ട് യൂസ് ചെയ്യാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഫാമിലി യൂസിന് വണ്ടി നല്ല കോമ്പാക്റ്റബിളാണ്. എനിക്ക് തോന്നുന്നു 220യേക്കാളും കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാം. ഫാമിലി യൂസിനൊക്കെ ആണെങ്കിൽ തന്നെ 220യേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ 220യുടെ സീറ്റിംഗ് തന്നെ അല്പം ടഫാണ്. പക്ഷേ ഈ 180Fലേക്ക് വരുമ്പോൾ സീറ്റിംഗ് ഒക്കെ നല്ല കുഷ്യൻഡ് സീറ്റിംഗ്സ് ആണ് വരുന്നത്. ഫാമിലി യൂസിനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ റിവ്യൂ എടുക്കാൻ പോകുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു വണ്ടിക്ക് വൈബ്രേഷൻ്റെ ഇഷ്യൂസ് വല്ലതും ഉണ്ടോയെന്ന്. അങ്ങനെ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് ഒന്നും എനിക്ക് വണ്ടിയിൽ നിന്ന് അനുഭവപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസീവായിട്ടുള്ള ഒരു പവർ ഡെലിവറി വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. അത്യാവശ്യം പിന്നെ ജസ്റ്റ് വൈബ്രേഷൻ എന്നൊക്കെ പറയാനുള്ള കാര്യമുള്ളൂ, അല്ലാതെ ഓവറായിട്ട് വൈബ്രേഷൻ ഒന്നും എനിക്ക് വണ്ടിയിൽ ഫീൽ ചെയ്തില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് വണ്ടി ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടോയെന്ന്. ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അനുഭവപ്പെട്ടു. എവിടെയാണെന്ന് വെച്ചാൽ അതേ ഈ ടാങ്കിൻ്റെ ഈ ഒരു സൈഡ് ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെറ്റാലിക് സംഭവമാണ്. അപ്പോൾ ഈ സൈഡിൽ ഹീറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ നമ്മുടെ കാല് വെക്കണ ഏകദേശം ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ ഹീറ്റ് അടിക്കും. അപ്പം അത് ചെറുതായിട്ടൊരു ഡിമെറിറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഈ വണ്ടി ആരൊക്കെ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അതായത് നിങ്ങളിപ്പോൾ ഒരു 220 ഫാനാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് 220 എടുക്കാനുള്ള അത്ര ഒരു ബഡ്ജറ്റ് ഇല്ല. ആ ഒരു ഇത് കൊണ്ട് നിങ്ങൾ 180ലേക്ക് ഡീവിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു നിരാശ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം 220യുടെ അത്ര ഒരു പവർ ഡെലിവറിയോ ഒന്നും വണ്ടി കിട്ടുന്നില്ല. ആക്ച്വലി ഇതൊരു ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി വണ്ടി തരുന്നുണ്ട്.
പക്ഷേ നിങ്ങളൊരു 220 ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ലുക്സിനോടൊക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത്ര ഒരു ബഡ്ജറ്റില്ല എടുക്കുന്നത്, നിങ്ങൾക്ക് 180F കറക്റ്റായിട്ട് ഫിറ്റ്. നെക്സ്റ്റ് വണ്ടിയായിട്ടാണ് മാർക്കറ്റ് കോമ്പറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടി വി എസിൻ്റെ അപ്പാച്ചി 164V, യമഹയുടെ FC-V3, അതോടൊപ്പം തന്നെ സുസുക്കി ജിക്സർ, ഇതൊക്കെ ആയിട്ടാണ് മെയിനായിട്ടൊരു കോമ്പറ്റീഷൻ വരുന്നത്. ഹോണ്ടയുടെ ഹോണറ്റൊക്കെ ആയിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നല്ല ഇതിനെ ഒരു പടി മുമ്പിൽ നിർത്തുന്നതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റിംഗ് ഒക്കെ നല്ല സീറ്റിംഗ് ആണ്. ഇതിനു മുമ്പ് ഈ ഒരു റേഞ്ചിലുള്ള ബൈക്കിൽ അത്യാവശ്യം നല്ല സീറ്റിംഗ് വരുന്നത് 164Vയിലാണെന്ന് തോന്നുന്നു. 160ലും അത്യാവശ്യം നല്ല സീറ്റിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മാസീവ് ലുക്കാണ്. അതിനേക്കാളും ഒക്കെ ഒരു ലുക്ക് എനിക്ക് ഈ വണ്ടിയിൽ അനുഭവപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ 220യുടെ സെയിം ലുക്ക് ഇത് കിട്ടുന്ന ഒരു 180cc ബൈക്കാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് പറഞ്ഞു ഇത് ജസ്റ്റ് ഫ്ലോപ്പാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ഒരു ഫ്ലോപ്പുമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 220യുടെ ലുക്കിൽ വരുന്ന ഒരു 180cc വണ്ടിയാണ്. ജസ്റ്റ് 220യുടെ ഒരു ജൂനിയർ ബൈക്കായിട്ട് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു നോക്കിയതിനു ശേഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു 180cc സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 150cc സെഗ്മെൻറ്റ് ബൈക്കുകൾ എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷോറൂമിൽ പോയി ഒരു 180F ഓടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുള്ളൂ.